വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥിയാണ് ശ്രീലേഖ IPS. ശ്രീലേഖ എവിടെയായിരിക്കും നിൽക്കുക എന്ന ചോദ്യങ്ങൾ തുടക്കം മുതൽ തന്നെ ഉയർന്നിരുന്നു. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ശ്രീലേഖ IPSനെ BJP എവിടെ സ്ഥാനാർത്ഥിയാക്കും എന്നതായിരുന്നു. കാരണം ഒരു കൗൺസിലറായി സ്ഥാനാർത്ഥിത്വം കിട്ടുമ്പോൾ തന്നെ, തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീലേഖ IPS. അതിനുശേഷം കൗൺസിലർ ആയതിനു ശേഷം അവരുടെ പേര് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ മേയർ തീരുമാനം വന്നപ്പോൾ അവർ അവിടെ പിന്തള്ളപ്പെട്ടു, അവരെ അവഗണിച്ചു എന്നതായിരുന്നു പൊതുജന സംസാരം. അവിടം കൊണ്ടൊന്നും തീർന്നില്ല. പിന്നെയും ഒരുപാട് സ്ഥലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന വേദിയിലും അവരെ അവഗണിച്ചുവെന്നും തഴഞ്ഞുവെന്നും മട്ടിലുള്ള പ്രചരണങ്ങൾ ധാരാളമായി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BJP ആ സമയത്ത് അതിനൊന്നും തന്നെ മറുപടി കൊടുക്കാതെ കാത്തിരിക്കുകയായിരുന്നു. ഒരു ഊഴം വരുമ്പോൾ തന്നെ മറുപടി പറയാൻ. ആ ഊഴം BJP ഏറ്റവും നന്നായി വിനിയോഗിച്ചിരിക്കുന്നത് വട്ടിയൂർക്കാവിൽ തന്നെയാണ്. വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ സ്റ്റാർ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ശ്രീലേഖയെ തന്നെയാണ് BJP നിർത്തിയിരിക്കുന്നത്. അങ്ങനെ നിർത്തിയതിലൂടെ തന്നെ ഇതുവരെ പൊതുജന സംസാരം, പൊതുജന വിമർശനങ്ങൾ, അതിനെല്ലാം തന്നെ ഒരു തിരശീല വീഴുകയാണ് ചെയ്യുന്നത്. അതായത് പൊതുജനം വിമർശിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾക്കുള്ള മറുപടി കൂടിയാണ് ഇവിടെ BJP നൽകിയിരിക്കുന്നത്.